അവര് വിഷമം ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ പറയുന്ന രീതിക്കാണ് നിങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ പറയണത് തീർച്ചയായും നമ്മൾ ഒഴിവാക്കുക. അത് നമ്മൾ തീരുമാനിച്ചു. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. ഞാൻ എൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തറവാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞങ്ങൾ എത്തിയ ആ ഹോള്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മേൽ നോക്കിയാൽ മതി BNI എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ഒരു സംഘടനേൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിലുണ്ടെന്ന് അവരും അഭിമാനിക്കുന്ന ഒരു സമയത്ത് 10-18 യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടുന്നത്. ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണം എന്ന് പറഞ്ഞാൽ 1500 ആൾ നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത്. അപ്പം ഞാൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിക്കിന്, കാരണം ഞാൻ പ്രതീക്ഷയില്ല ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു. അതുകൊണ്ടാണ്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനല്ലേ, നമുക്ക് അങ്ങനെ എന്താ പിടിച്ച് ചില ഇമോഷൻ ഇന്നെ കൊണ്ട് കഴിയൂല. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും, ഓർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത്. അതിനും മാപ്പ് പറയുന്നു. നമ്മൾ അർജുൻ്റെ പേരിടണില്ല. അവർക്ക് വിഷമമുള്ളതുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിനും അത് ഇടണമൊന്നുമില്ല. അല്ല പ്രശ്നമില്ല. ചില മീഡിയാസിലേക്ക് ഇത്ര ഉള്ളതിനും, അതായത് ഇവിടെ ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തനം മുതൽ ഇവിടെയുള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകരെന്നാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത്. ഒരു പഞ്ചർ പീടികയിലായിരുന്നു കിടന്നുറങ്ങിയത്. ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണ്ടോ. അപ്പോൾ ഓനിങ്ങനെ ഇടയ്ക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. ഓൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം. വയറ് നിറവും ഭക്ഷണം കഴിക്കാതെ ഇനി ഓന് ഇത്രയും ദിവസം അവിടെ നിന്നത്. നമ്മളെന്തെങ്കിലും കൊടുക്കണ ഭക്ഷണമേ കഴിച്ചിട്ടുള്ളതിനും, അല്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങായ. അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അത് അമ്മൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു, ഒരു നല്ലൊരു സെൻഡ് ഓഫ് കൊടുത്തു, അവനെ പറഞ്ഞേക്കാണ്. ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പോയത്. ഈ സെൻഡ് ഓഫിൻ്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായപ്പ് എന്നാണ്, മലയാളം വേർഡ് യാത്രായപ്പാണെന്നാണ് എൻ്റെ നോളജ്. ഒരു യാത്രയപ്പ് അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയും. ഒരുത്തന് മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ. അപ്പം നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു. അതിന് ഞാൻ ഒരു സെൻഡ് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അത് തെറ്റാണോ? ഇപ്പൊ ഇത്ര വലിയ തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ചെറിയ വിഷയങ്ങളാണ്. അത് നമുക്ക് സോൾവ് ചെയ്യണം. അതെ, ഇനി കൺക്ലൂഡ് ചെയ്തോ. വേറെ ഒന്നും പറയാൻ പല ആളുകളും പറഞ്ഞിട്ടാന്ന് വിചാരിച്ചു അവരെ ആക്രമിക്കുന്നത്. അത് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിന്റെ ഉദ്ദേശം പല ചോദ്യങ്ങളിലും വേണ്ട കാര്യങ്ങൾ കാണും. ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ മതി.